നിരായുധരായ നിസ്സഹായരായ സാധാരണക്കാരായ ജനങ്ങൾ, എന്തിനെന്നറിയാതെ കൊല്ലപ്പെടുന്നവർ, ജിഹാദി മുദ്രാവാക്യങ്ങളുമായി ഇരച്ചെത്തുന്ന തീവ്രവാദികൾ, സ്ത്രീകളെയും കുട്ടികളെയും അടക്കം തോക്കിനിരയാക്കും, കണ്ണിച്ചോരയില്ലാതെ കഴുത്തറുത്തുകൊല്ലും, വണ്ടി കയറ്റിക്കൊല്ലും, സ്ത്രീകളെ ലൈംഗിക അടിമകളാക്കും, മടുക്കുമ്പോൾ അവരെയും കൊന്നുതള്ളും. ഭക്ഷണമോ അവശ്യവസ്തുക്കളോ മാസങ്ങളായി ഈ മേഖലയിലേക്ക് എത്തുന്നില്ല. പറഞ്ഞു വരുന്നത് സുഡാനെക്കുറിച്ചാണ്. സുഡാൻ ലോകത്തിലെ ഏറ്റവും മോശമായ മാനുഷിക പ്രതിസന്ധികളൊന്നിനെ അഭിമുഖീകരിക്കുകയാണ്. ആഭ്യന്തര കലാപത്തെ തുടർന്ന് സുഡാനിൽ കൂട്ടക്കൊല നടക്കുന്നു. കേവലം ആഭ്യന്തര കൊലപാതകം എന്ന് പറഞ്ഞാൽ പോരാ, വംശഹത്യയാണ് നടക്കുന്നത്. സ്ത്രീകളും കുട്ടികളും അടക്കം ആയിരക്കണക്കിന് പേർ കൊല ചെയ്യപ്പെട്ടുവെന്ന വിവരം പുറത്തുവന്നു. രാജ്യത്ത് അതീവ ഗുരുതര സാഹചര്യമാണെന്ന് ഐക്യരാഷ്ട്ര സംഘടന അറിയിച്ചു കഴിഞ്ഞു. കൂട്ടക്കൊലയ്ക്ക് പിന്നാലെ പ്രദേശത്ത് തളം കെട്ടിക്കിടക്കുന്ന രക്തത്തിന്റെയും കുന്നുകൂടി കിടക്കുന്ന മൃതദേഹങ്ങളുടെയും ഒക്കെ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ ആരെയും ഞെട്ടിക്കുന്നതാണ്. ഒരു രാജ്യത്ത് ഇങ്ങനെയൊക്കെ ഈ കാലത്ത് നടക്കുമോ എന്ന് നമ്മൾ വിചാരിക്കും. പട്ടാളവേഷത്തിലെത്തിയ തീവ്രവാദികൾ നിരവധി ആളുകളെ നിരത്തി നിർത്തി കൂട്ടക്കൊല ചെയ്യുന്ന വീഡിയോകൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് നാം നിരന്തരം. എന്നാൽ എന്താണ് സുഡാനിൽ നടക്കുന്നതെന്ന് നമ്മളിൽ എത്ര പേർക്കറിയാം? ഏറ്റവും ലളിതമായി നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതിന് 2025 സംഭവ വികാസങ്ങൾ പറയുന്നതിന് മുമ്പ് 2009 എത്തണം. പതിറ്റാണ്ടുകളുടെ രാഷ്ട്രീയ അസ്ഥിരതയും സൈനിക ഭരണവും അധികാര പോരാട്ടങ്ങളുടെ ചരിത്രമുള്ള നാടാണ് സുഡാൻ. 2019 അത്രയും നാൾ ദീർഘകാലമായി ഏകദേശം 3 പതിറ്റാണ്ടോളം സുഡാൻ ഭരിച്ചിരുന്ന ഏകാധിപതിയായിരുന്ന പ്രസിഡന്റ് ഒമർ അൽ ബഷീർ അട്ടിമറിക്കപ്പെടുന്നു. 2019 മാസങ്ങൾ നീണ്ട ബഹുജന പ്രതിഷേധങ്ങൾക്ക് ശേഷം സുഡാനിലെ സൈന്യം ബഷീറിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്നു. സൈന്യം അട്ടിമറി നടത്തുകയും സിവിലിയന്മാർ ജനാധിപത്യം സ്ഥാപിക്കുന്നതിനായി പ്രചരണം ആരംഭിക്കുന്നു. ഇതേ തുടർന്ന് ഒരു സംയുക്ത സൈനിക സിവിലിയൻ സർക്കാർ സ്ഥാപിക്കപ്പെട്ടു. ഈ കൗൺസിലിലെ ഏറ്റവും ശക്തമായ 2 വിഭാഗങ്ങളുണ്ട്. ഒന്ന് സുഡാനീസ് സായുധ സേന. ഇതിന്റെ തലവൻ ജനറൽ അബ്ദുൽ ഫത്താഹ് അൽ ബുർഹാനാണ്. മറ്റൊന്നാണ് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് അഥവാ RSF. ഇതിന്റെ തലവൻ ജനറൽ ഹെംദദിയുമാണ്. സിവിലിയൻ സൈനിക വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു. കാരണം അൽ ബുർഹാനും ഹെമദദിയും തങ്ങളുടെ അധികാരവും സാമ്പത്തിക താല്പര്യങ്ങളും നഷ്ടപ്പെടുമെന്ന് ഭയന്നിരുന്നു. ഒടുക്കം 2023 ഏപ്രിൽ 15 സുഡാനിലെ സൈനിക ഗവൺമെന്റിന്റെ ഈ കൗൺസിലിന്റെ 2 എതിരാളി വിഭാഗങ്ങൾ തമ്മിൽ ആഭ്യന്തര യുദ്ധം ആരംഭിക്കുന്നു. സിവിലിയൻ ഭരണത്തിലേക്ക് കടക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് യുദ്ധത്തിലേക്ക് നയിക്കുന്നത്. നിരവധി ചെറിയ സായുധ ഗ്രൂപ്പുകളും ഇതിൽ പങ്കെടുത്തു. വലിയ തോതിലുള്ള യുദ്ധങ്ങളോടെ സംഘർഷം ആരംഭിച്ച തലസ്ഥാനമായ ഖാർത്തൂമിലും ഡാഫോ മേഖലയിലുമാണ് പോരാട്ടം അല്ലെങ്കിൽ ആക്രമണം നടക്കപ്പെട്ടിരുന്നത്. 2023 മുതൽ സുഡാൻ സൈന്യവുമായി ആഭ്യന്തര യുദ്ധത്തിൽ ഏർപ്പെട്ടു വരികയാണ് RSF. ഡാഫോ മേഖലയിലെ സുഡാൻ സൈന്യത്തിന്റെ അവസാന ശക്തി കേന്ദ്രമായിരുന്നു എൽ ഫാഷർ. 18 മാസത്തോളം നീണ്ട ആക്രമണത്തിന് പിന്നാലെ ഈ ഞായറാഴ്ച എൽ ഫാഷറിനെ RSF പിടിച്ചെടുത്തു. സുഡാൻ സൈന്യവുമായുള്ള സംഘർഷം പൊട്ടിപ്പുറപ്പെട്ട 2023 ഏപ്രിൽ മാസം മുതൽക്കേ അറബ് ഇതര ഗോത്ര വിഭാഗങ്ങളെ RSFും അവരുടെ അറബ് കൂട്ടാളികളും ലക്ഷ്യം വെച്ചിരുന്നു. ആരാണ് RSF? റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് എന്നാണ് പൂർണ്ണനാമം. സുഡാനിലെ ശക്തമായ അർദ്ധ സൈനിക വിഭാഗം. ജനറൽ മുഹമ്മദ് ഹംദാൻ ഡഗലോ ആണ് RSFനെ നയിക്കുന്നത്. ഹെമേറ്റി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മുൻ പ്രസിഡന്റ് ഒമർ അൽ ബഷീറിന്റെ കീഴിൽ വിമതരോട് പോരാടുന്നതിനും സർക്കാരിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുമാണ് RSF ആദ്യം സൃഷ്ടിക്കപ്പെട്ടത്. മുഹമ്മദ് ഹംദാൻ ഡഗലോ നയിക്കുന്ന സുഡാനിലെ ശക്തമായ സൈനിക ശക്തികളിലൊന്നായി RSF മാറി. 2000ന്റെ തുടക്കത്തിൽ ഡാർഫറിൽ വംശഹത്യ നടത്തിയ കുപ്രസിദ്ധമായ ജഞ്ചവീദ് മിലിഷ്യകളിലൊന്നാണ് RSF. രാഷ്ട്രീയവും സൈനികവുമായ ആവശ്യങ്ങൾക്കാണ് ഉത്ഭവിച്ചതെങ്കിലും അല്ലെങ്കിൽ ആരംഭിച്ചതെങ്കിലും അത് ജിഹാദി രീതികളിലേക്ക് മാറാൻ അധികകാലം വേണ്ടിവന്നില്ല. അല്ലെങ്കിൽ ആ ലക്ഷ്യം തെളിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. അൽ ഖ്വയ്ദയോ ഐസിസ് പോലെയുള്ള തീവ്രവാദ ഗ്രൂപ്പായി ലിസ്റ്റ് ചെയ്യപ്പെടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ പ്രവൃത്തികളൊക്കെ സമാനമാണ്. വംശീയമായ കൊലപാതകങ്ങൾ നടത്തുക, കൂട്ടബലാത്സംഗങ്ങൾ നടത്തുക. റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് സുഡാനിലെ യഥാർത്ഥത്തിൽ ഹമാസാണ്. RSFന്റെ സംഘത്തിന് ശക്തമായ വംശീയമാനമുണ്ട്, പ്രത്യേകിച്ച് ഡാഫോ മേഖലയിൽ. പ്രധാനമായും അറബ് ഗോത്രങ്ങളിൽ നിന്നുള്ള തീവ്രവാദി കൂട്ടമാണിവർ. മസാലിത്ത്, ഫർ, സഗാവ, ബട്ടി ജനത തുടങ്ങിയ അറബ് ഇതര ഗോത്ര സമൂഹങ്ങളുണ്ട് അവിടെ. ഈ സമൂഹങ്ങളെ RSF ആസൂത്രിതമായി ലക്ഷ്യമിടുന്നു. ഇവരെ കൂട്ടമായി ഇല്ലാതെയാക്കണം എന്നുള്ളതാണ് ഈ ജിഹാദി ഗ്രൂപ്പിന്റെ നിലവിലെ ആവശ്യം. അറബ് ഇതര സമൂഹങ്ങൾക്കെതിരെ കൂട്ടക്കൊല, കൂട്ടബലാത്സംഗം, നിർബന്ധിത കുടിയിറക്കൽ എന്നിവ ഇതിൽ നടക്കപ്പെടുന്നുണ്ട്. മുസ്ലിം ഇതര വംശങ്ങളുടെ ഉന്മൂലനമാണ് ലക്ഷ്യം. രാജ്യത്ത് 90% സുഡാനി അറബ് വംശജരാണ്. 5% ക്രിസ്ത്യാനികളും 5% പ്രാദേശിക ഗോത്ര വിഭാഗക്കാരുമുണ്ട്. പല ഘട്ടങ്ങളിലും
ഇത് വംശഹത്യയാണ്, അല്ലെങ്കിൽ അതിനെ അങ്ങനെ ക്ലാസിഫൈ ചെയ്യപ്പെടണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും UN അടക്കമുള്ള സംഘടനകൾ അതിന് തയ്യാറായില്ല. പക്ഷേ US ഇതിനെ വംശഹത്യയായാണ് കണക്കാക്കുന്നത്. മാത്രമല്ല, സുഡാന്റെ പ്രകൃതി വിഭവങ്ങളെ, പ്രത്യേകിച്ച് സ്വർണ്ണ ഖനികളെ നിയന്ത്രിക്കുന്നതിൽ RSF വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ജാഫർ, കോർഡോഫാൻ തുടങ്ങിയ വിഭവ സമൃദ്ധമായ പ്രദേശങ്ങളുടെ നിയന്ത്രണം പിടിച്ചെടുക്കുന്നത് അവരുടെ പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകുകയും അവരുടെ നേതൃത്വത്തെ സമ്പന്നമാക്കുകയും ചെയ്യുന്നുണ്ട്. നഗരങ്ങൾ വളയുക, ഭക്ഷണ സഹായ വിതരണങ്ങൾ നിർത്തലാക്കുക, അല്ലെങ്കിൽ അത് പിടിച്ചടക്കുക, വീട് തോറും കയറിയിറങ്ങി കൊലപാതകങ്ങൾ നടത്തുക, വ്യാപകമായ കൊള്ളയും തീവയ്പും സർവ്വസാധാരണമായി നടപ്പിലാക്കുക, കൂട്ടക്കൊലകൾ നടത്തുക എന്നിവയാണ് ഇവരുടെ രാഷ്ട്രീയം. രാഷ്ട്രീയവും സാമ്പത്തികവുമായ അധികാരത്തിനായുള്ള അക്രമാസക്തമായ പോരാട്ടത്തിന്റെ കൂടി ഭാഗമാണത്. മാത്രമല്ല ഈ ഗോത്രക്കൂട്ടങ്ങൾക്ക് അന്താരാഷ്ട്ര നിയമത്തോട് പൂർണ്ണമായ അവഗണനയാണ്. സുഡാൻ സൈന്യവും വിമതസേനയായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സും തമ്മിലാണ് ഏറ്റുമുട്ടൽ എന്ന് പറഞ്ഞല്ലോ. 1 വർഷമായി ഏറ്റുമുട്ടൽ തുടരുകയാണെങ്കിലും എൽഷാഫിർ നഗരം ഞായറാഴ്ച പിടിച്ചടക്കുന്നതോടുകൂടി കൂട്ടക്കൊല അതിന്റെ ഏറ്റവും മൂർധന്യ അവസ്ഥയിലെത്തുന്നു. ന്യൂനപക്ഷ വിഭാഗങ്ങളെ, തങ്ങളെ എതിർക്കുന്നവരെയും RSF അതിക്രൂരമായി കൊല ചെയ്യുന്നുണ്ട്. 2 ദിവസത്തിനുള്ളിൽ 2000-ലധികം പേരെ കൊന്നു തള്ളി ഇവർ. ഇനി ഇവർക്ക് എവിടുന്നാണ് പണം? ആഭ്യന്തരമായി അവർ ഡാഫറിലെ സ്വർണ്ണഖനികൾ നിയന്ത്രിക്കുകയും വ്യാപാര റൂട്ടുകളുടെയും സിവിലിയന്മാരുടെയും കള്ളക്കടത്ത്, കൊള്ള, നികുതി എന്നിവയിൽ നിന്നൊക്കെ ലാഭം നേടുന്നുണ്ട്. പക്ഷേ RSFന് ധനസഹായവും ആയുധവും നൽകി വംശഹത്യയിൽ പങ്കാളികളാണെന്ന് ആരോപിച്ച് സുഡാൻ സർക്കാർ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു. അത് UAE-ക്കെതിരെയായിരുന്നു. അന്താരാഷ്ട്ര നീതിന്യായ കോടതി കേസ് സ്വീകരിച്ചില്ലെങ്കിലും UAE അടക്കമുള്ള രാഷ്ട്രങ്ങൾ ഈ തീവ്രവാദ ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുന്നുണ്ട് എന്ന് പറയപ്പെടുന്നു. പ്രാദേശിക ശക്തികൾക്കായുള്ള കൂലിപ്പട്ടാളങ്ങൾക്കായി യമനിലേക്കും ലിബിയയിലേക്കും തീവ്രവാദികളെ അയച്ചുകൊണ്ട് അവർ വരുമാനം നേടുന്നുണ്ട്. വിഭവ നിയന്ത്രണത്തിന്റെയും വിദേശ സഖ്യങ്ങളുടെയും ഒരു സംയോജനം കൊണ്ടാണ് RSF എന്ന് പറയുന്ന തീവ്രവാദ കൂട്ടം ഇങ്ങനെ തിന്നുകൊഴുക്കുന്നത്. ഇനി സുഡാൻ ആർമി എന്താണ് ചെയ്യുന്നത്? സുഡാൻ പട്ടാള ഭരണാധികാരി ജനറൽ അബ്ദുൽ ഫത്താഹ് അൽ ബുർഹാന് പൂർണ്ണ പിന്തുണ നൽകുന്ന ഒരു വിഭാഗമാണ് സൈന്യം. വടക്ക് കിഴക്കും ഭൂരിഭാഗവും സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ്. ഈജിപ്താണ് ആർമിയെ പിന്തുണയ്ക്കുന്നത്. അതിർത്തിയും നൈൽ നദിയുടെ വെള്ളവും പങ്കിടുന്നതിനാൽ അവരുടെ അതിർത്തി പ്രദേശവും സുഡാന്റെ ഭാഗവുമായി ഇഴചേർന്നുണ്ട്. ജനറൽ അബ്ദുൽ ഫത്താഹ് അൽ ബുർഹാന്റെ നേതൃത്വത്തിലുള്ള സുഡാനീസ് സായുധ സേന നിലവിൽ വിവിധ തന്ത്രപ്രധാന മേഖലകളുടെ നിയന്ത്രണമൊക്കെ വഹിക്കുന്നുണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ അസ്ഥിരമാണ്. പോർട്ട് സുഡാൻ, വടക്കൻ കിഴക്കൻ സുഡാൻ, ഓംദുർമാൻ തുടങ്ങിയവയൊക്കെ നിലവിൽ ആർമി നിയന്ത്രിക്കുന്നുണ്ട്. പക്ഷേ ഇതും അസ്ഥിരമാണ്. എപ്പോൾ വേണമെങ്കിലും RSF കയ്യിലാക്കാം. സുഡാനിലെ അധികാരത്തിന് വേണ്ടി യുദ്ധം തുടരുകയാണ്. 2023 ഏപ്രിൽ മുതൽ 12 ദശലക്ഷത്തിലധികം ആളുകൾ ഇതിനോടകം പലായനം ചെയ്തു കഴിഞ്ഞു. ലൈംഗിക അതിക്രമങ്ങൾ, വംശീയ ഉന്മൂലനം തുടങ്ങിയവയും നടത്തി രാജ്യത്തെ ആരോഗ്യ സംവിധാനം അടക്കം സകലതും പൂർണ്ണമായി തകർന്ന അവസ്ഥയിലാണ്. പട്ടിണിയാണ് അവിടെ. UN കണക്കനുസരിച്ച് ആഭ്യന്തര യുദ്ധത്തിൽ 40,000-ന് മുകളിലാണ് ഇതിനോടകം മരണസംഖ്യ വന്നത്. ഇതൊക്കെ എണ്ണിയ കണക്കുകളാണ്. അത് 1.5 ലക്ഷത്തോളം ഉയർന്നിട്ടുണ്ട് എന്ന കണക്കുകളും പറയുന്നുണ്ട്. സാധാരണക്കാരായ ജനങ്ങളാണ്. അവർക്ക് അവർ ജനിച്ച നാട്ടിൽ ജീവിക്കാനുള്ള അവകാശമാണ് നിഷേധിക്കപ്പെടുന്നത്. ഹമാസ് ഗസയിൽ നടത്തുന്ന ആക്രമണങ്ങളെ കണ്ട് അത് സ്വാതന്ത്ര്യ സമര പോരാട്ടമാണെന്നും ഇസ്രായേൽ ഈ ഹമാസ് തീവ്രവാദികളെ നശിപ്പിക്കുന്നത് വംശഹത്യയാണെന്നും പറഞ്ഞ് കണ്ണീരൊലിപ്പിക്കുന്ന ഒരു സാമൂഹിക പ്രവർത്തകനെയും ഒരു വംശഹത്യ വിരുദ്ധനെയും എന്തായാലും സുഡാനിലേക്ക് നോക്കി കരയുന്നത് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. സുഡാനിലേക്ക് ശ്രദ്ധ വേണ്ടതുണ്ട്. സുഡാനിലേക്ക് അന്താരാഷ്ട്ര ഇടപെടലുകൾ ആവശ്യമുണ്ട്. UN അടക്കമുള്ള ഏജൻസികൾ കൃത്യമായി ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട്. RSF എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയെ പിടിച്ചുകെട്ടേണ്ടതുണ്ട്. അവിടെ സമാധാനം സ്ഥാപിക്കപ്പെടണം. അതിനായി ശ്രദ്ധ ആവശ്യമുണ്ട്. ഹമാസിനെ നോക്കി കരയുമ്പോൾ ഓൾ ഐസ് ഓൺ ഗസ എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടുന്ന ആളുകൾ, കരയുന്ന ആളുകൾ ഒരു സമയമെടുത്ത്, ഒരു ദീർഘനിശ്വാസം എടുത്തിട്ട് സുഡാനിലേക്കൊന്ന് കണ്ണു തുറന്ന് നോക്കണം നിങ്ങൾ മനുഷ്യനാണെങ്കിൽ.